അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ മുത്തുമണികളെ, സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖം തന്നെ. ഉസ്താദും ഭാര്യയും പോയി. അപ്പോൾ അത് പറയാനല്ല ടൈം വന്നത്. കാരണം ഞങ്ങൾ ഇന്ന് നമ്മളെ അസ്കർ നരാധമനുണ്ടല്ലോ, കള്ളപ്പന്നി. അപ്പോൾ ഓൻ്റെ വീഡിയോസ് ഉച്ചക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉസ്താദിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇവരിങ്ങോട്ട് ബസ്സിൽ വരുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് ബസ് കയറി ട്രെയിൻ കയറാൻ വേണ്ടി തമ്പാനൂർക്ക് വരുന്ന സമയത്ത് അവർ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ബസ് ഇങ്ങോട്ട് ദൂരം വന്നപ്പോൾ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. അതേ സ്പീഡിൽ തന്നെ ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേന് തിരിച്ച് ആംബുലൻസ് വന്നു. അപ്പോൾ ഒരു വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു, അവിടെ അടുത്താർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താണ് ആംബുലൻസ് വന്നു ചോദിച്ചപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു കുഴപ്പമില്ല, എന്താണെന്ന് അറിയില്ല എന്ന്. പക്ഷേ ഇവൻ്റെ ഒരു അസ്കറിൻ്റെ അളിയനെ വിളിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് ഈ ആംബുലൻസ് വിളിച്ചിരിക്കുന്നത്. അയാൾ ആംബുലൻസ് ഡ്രൈവറാണ്, ഈ അസ്കറും ആംബുലൻസ് ഡ്രൈവറാണ്. പക്ഷേ എങ്ങനെയാണ് പടച്ച റബ്ബേ അസ്കറിനൊക്കെ ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവറായി ഇരിക്കാൻ കഴിയുക? കാരണം ഇങ്ങനെ ഒരു കുട്ടീനെ, ഒരു കുഞ്ഞു കുട്ടീനെ പച്ചക്ക് 2 കയ്യും കാലും തല്ലി ഒടിച്ച് ഇത്രയും ക്രൂരമായി ചെയ്യുന്ന ഇവനൊക്കെ എങ്ങനെയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവറായി ഇരിക്കുക? അവൻ്റെയൊക്കെ സ്വഭാവം കണ്ടില്ലേ? അവൻ്റെ ഭാര്യ കിടക്കണത്, ആദ്യത്തെ ഭാര്യ കിടക്കണത്, ഇപ്പോൾ ഓരോന്ന് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. നമ്മൾ വിചാരിക്കും ഈ സ്ത്രീധനം കൊടുക്കണ്ട, സ്ത്രീധനം ഇതാക്കണില്ല, പെൺകുട്ടികളെ കിട്ടാനില്ല, അതുകൊണ്ട് എല്ലാവരും പെൺകുട്ടികളുടെ മാതാപിതാക്കളെ വന്നിട്ട് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കെട്ടായിട്ട് അത്രയ്ക്കും താഴ്മയോടെ വന്ന് കുട്ടികളെ കെട്ടിക്കൊണ്ട് സുഖമായിട്ട് ജീവിക്കണം. ആ പെൺകുട്ടി 2022 വിവാഹം കഴിച്ച പെൺകുട്ടിയാണ്, 2 കൊല്ലം ആയിട്ടുള്ള. അപ്പോഴത്തേന് ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് ഇങ്ങനെ? ഇപ്പം നമ്മളോട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവർക്കൊന്നും പെണ്ണ് കിട്ടാതെ ആകുമ്പോൾ ഇവർ വിളിച്ചുകൊണ്ട് പോയാലും കല്യാണം കഴിച്ചു കൊണ്ടായാലും 1 വർഷം കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്വഭാവങ്ങൾ മാറുകയാണ്. അമ്മായിമ്മാൻ്റെ, അമ്മോശാക്കാൻ്റെ, നാത്തൂമാരുടെ, ഭർത്താവിൻ്റെ, ഇവരുടെയൊക്കെ സ്വഭാവം മാറുകയാണ്. അപ്പോൾ ഈ നരാധമനെ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, ഈ നരാധമൻ്റെ കയ്യിലൊന്നും ആംബുലൻസ് ഡ്രൈവറിൻ്റെ ഇതോ ഒന്നും കൊടുക്കരുത്. കാരണം ഇവൻ കൊണ്ടുപോകുന്ന നടക്ക് ചിലപ്പോൾ ഐറ്റങ്ങളെ ചങ്ക് പോക്കി കൊന്നിട്ട് ആ സ്വർണം പണം എടുക്കാൻ മടിക്കില്ല. അത്രയ്ക്ക് ക്രൂരനാണ് ഇവൻ. ആ കുഞ്ഞു കുട്ടിനെ 2 കയ്യും തല്ലി ഒടിച്ചിട്ട് വീണതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ നാട്ടുകാരുണ്ട്. ഇപ്പോൾ നാട്ടുകാർ അവനെ തല്ലാൻ ഇറങ്ങണോ അല്ലാത്തതിന് ഇറങ്ങണോ? ഈ കുഞ്ഞു കുട്ടി അവളെ അമ്മയുടെ അടുത്ത് വളർന്നിരുന്ന കുട്ടിനെ ഇവള് കേസ് കൊടുത്തങ്ങാണ്ട് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ തള്ള പോയി ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ആ അമ്മേനോട് പറഞ്ഞേക്കണ പോലീസുകാരൻ പെറ്റ അമ്മ കൊണ്ടുപോയതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ചെയ്തല്ലോ, ഇപ്പം എല്ലാം ക്ലിയർ ആയല്ലോ. ഇതിൻ്റെ വേറൊരു വശം ഞാൻ പറയാം. ഇതിൻ്റെ വേറൊരു വശം ഇതേ രൂപത്തിലാണ് നമ്മളെ. പക്ഷെ കുട്ടീനെ കൊല്ലാൻ കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി അവളെ അടുത്തായിരുന്നു. ആരെന്നറിയിച്ചു? ഉമ്മയില നജിലാൻ്റെ ഇപ്പോഴത്തെ ഭർത്താവ് സാനിൻ്റെ ഭാര്യയും ഇതേ അനുഭവം അനുഭവിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് പോയിന്ന് നജില തന്നെ നമ്മളടുത്ത് പല വീഡിയോസിലും പറഞ്ഞത്. അവൻ്റെ അടുത്ത് സ്നേഹമായിട്ട് നോക്കുമ്പോൾ പറഞ്ഞിട്ടില്ല, പക്ഷെ അവൻ പോകുന്ന സമയത്ത് നജില അത് പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മാൻ്റെയും മോൻ്റെയും ഉപദ്രവം കാരണം കൊണ്ടാണ് അവൾ പോയതെന്ന്. ഇന്ന് അവളൊരു രോഗിയായി, നിത്യരോഗിയുമായി. എന്നിട്ട് നജില വീണ്ടും അവനെ വിളിച്ചു വരുത്തി അവിടെ ഇരുന്ന്. ഇപ്പോൾ അതാ നജില ഇന്നലെ വീഡിയോ ഇട്ടിക്കണം, അവൻ വീണ്ടും പോയി, മിനിഞ്ഞാന്ന് രാത്രി പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നജില പൊന്നു മോളെ, നീ ആലോചിച്ചോ, ഈ അസ്കർ ഉണ്ടല്ലോ, ഈ അസ്കർ നരാധമൻ ഇതിൻ്റെയൊക്കെ മാതിരി തന്നെയാണ് നിൻ്റെ കെട്ടിയോനും. അപ്പോൾ നീ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന മാതിരി നിന്നോടൊക്കെ ഇപ്പം ഇന്ന് ഒരു വീഡിയോസ് ഞാൻ കണ്ടു, ഒരാളിട്ട വീഡിയോസ് ഞാൻ കണ്ടു. ഇതിൻ്റെ മുമ്പേ നിൻ്റെ സത്യങ്ങൾ അറിയായിരുന്നു, ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചിട്ട്. അതേമാതിരി എനിക്കും നിൻ്റെ പല കാര്യങ്ങളും നീയും ഞാൻ സംസാരിച്ചതാണ്. അതൊന്നും ഞാൻ വീഡിയോസ് പറയില്ല, കാരണം അതെൻ്റെ മാന്യത കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയില്ല, എന്തുകൊണ്ടാണെങ്കിലും ഞാൻ പറയില്ല. അതിനി എത്രതായാലും ഞാൻ പറയില്ല. പക്ഷെ നീ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും, നിനക്ക് നല്ലതായിരിക്കും. കാരണം നിന്നെപ്പോൾ മനുഷ്യന്മാർക്ക് വിശ്വാസമില്ലാതായി വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നീ അവനെ കുടിച്ച് കൂത്താടി വരുമ്പോൾ ഇറക്കി വിടും, 2 ദിവസം കഴിയുമ്പോൾ നീ തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇത് നിൻ്റെ ഒരു നാടകമാണോ എന്ന് വരെ ജനങ്ങൾ മൊത്തം ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ നീ പണങ്ങി പോയി കുറേ വീഡിയോസിൽ വന്നിട്ട് ഇങ്ങോട്ട് അതും ഇതും പറഞ്ഞ് കരഞ്ഞ് മെഴുകിയിട്ട് പറയും. 4 ദിവസം കഴിയുമ്പോൾ ജീവിതമല്ലേ, എനിക്കൊരാൾ വേണ്ടേ, എനിക്ക് ഉമ്മയില്ല, കുടുംബമല്ല, ബന്ധോ സ്വന്തമല്ല, നാട്ടുകാരില്ല, എൻ്റെ പ്രസവത്തിന് ആരുണ്ടാവും, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും നീ അവനെ തന്നെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരും.
അപ്പോൾ ഇനിയിപ്പോൾ അത് വീണ്ടും പോകും, വീണ്ടും വരും, വീണ്ടും പോകും, വീണ്ടും വരും. നീ പറയുന്നുണ്ട് വീഡിയോസിൽ എൻ്റെ ജീവിതമാണ് നിങ്ങളെ മുമ്പിൽ. ഞാൻ ഇതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. കാരണം ജീവിതമാണെങ്കിലും കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുന്നത് ഇടാൻ പറ്റുള്ളൂ. ഞാൻ അത് നിന്നോടൊരു വൈരാഗ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതികാരം വിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല. മനുഷ്യന്മാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും മറ്റുള്ളവർ പറയുന്നത് സത്യമാണ് എന്ന് ചിന്തിക്കാനും നിൻ്റെ പ്രവൃത്തിയാണ് മനുഷ്യന്മാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. വന്നു കഴിഞ്ഞാൽ അവനെ തലയിൽ പൊക്കി ചുമന്ന് വെക്കുക, പോയി കഴിയുമ്പോൾ അവനെ പറ്റ ചവിട്ടി തേക്കുക. ഇത് നീ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ. ഈ അസ്കറിന് ഇവരെയൊക്കെ നീ ഓർമ്മ വെച്ചോ. നിനക്ക് 2 കുഞ്ഞു മക്കൾ നിൻ്റെ കൂടെയുണ്ട്. പെൺകുട്ടി അപ്പുറത്താണെങ്കിലും നിൻ്റെ കൂടെയുണ്ട്. അസ്കറിന് പരമാവധി നിയമത്തിൽ എത്ര കണ്ട് കടുത്ത ശിക്ഷ കിട്ടുമോ അത് കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കണം. കാരണം ആ കുഞ്ഞി പൈതലിനെ അവൻ അങ്ങനെ ചെയ്തില്ലേ. എത്രയോ മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് കൊടുക്കാമായിരുന്നു. അമ്മത്തൊട്ടിൽ കൊടുക്കാൻ വരെ അവർ പ്ലാൻ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിരുന്നു എന്ന് വരെ പറയുന്നു. പക്ഷേ എന്നിട്ടും അതിനെ, അല്ലെങ്കിലും നിയമങ്ങൾ അങ്ങനെയാണ്. കാരണം ഒന്നിൻ്റെ ജീവൻ പോയി കഴിഞ്ഞിട്ടേ ഉണരുള്ളൂ. അതുവരെ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറക്കം നടിച്ച് കിടക്കും. അതാണ് നമ്മളെ നിയമം. അപ്പോൾ 5 മിനിറ്റും 59 സെക്കൻഡ് ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരിൻ്റെ പിന്നാലെ കൂടും. അപ്പോൾ ഒരു വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ അത് ചെയ്യാം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.